കന്നിക്കൂറിലേക്ക് വരുമ്പോൾ ഉത്രത്തിന്റെ അവസാനവും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും കൂടുന്ന കന്നിക്കൂറുകാർക്ക് 10-ലെ വ്യാഴം 11-ാമിടത്തേക്ക് വരികയാണ്. 11-ാമിടത്ത് ഉച്ചബലവാനായ വ്യാഴം 7-ാം ഭാവത്ത് ശനി കണ്ടകനായി നിൽപ്പുണ്ട്. കണ്ടകശനി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ കണ്ടകശനി അവിടെ നിൽപ്പുണ്ടെങ്കിൽ പോലും ഈ 11-ാമിടത്ത് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ഈ വർഷം അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. സാമ്പത്തികപരമായ നല്ല സേവിങ് ഉണ്ടാകാൻ പറ്റും. ബിസിനസ് രംഗത്തൊക്കെ അതീവമായ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. ജാഗ്രതയോടെ ശ്രമിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തുക, ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കുക, ഉന്നതമായ ആൾക്കാരുടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക, നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക, സാമ്പത്തികപരമായ ഉയർച്ച, ഐശ്വര്യം കൊണ്ട് ഉയർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നല്ല സേവിങ് ഉണ്ടാക്കാൻ പറ്റിയ കാലഘട്ടമാണ്. നല്ല രീതിയിൽ സമ്പത്ത് വരാനുള്ള സാധ്യതയുണ്ട് ഈ കന്നിക്കൂറുകാർക്ക്. കാരണം ഉച്ചബലവാനായ വ്യാഴം 11-ാമിടത്ത് വന്നിരിക്കുക. അതിൽ കൂടുതലൊക്കെ ഒരു ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ കേമത്താണ്. ശനിയുടെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യണമെങ്കിൽ പോലും അപ്പം അതുപോലെ തന്നെ ഒരുപാട് നാളായി നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നല്ലതാണ്. ആ ആഗ്രഹങ്ങൾ നല്ല രീതിയിലേക്ക് എത്താനുള്ള കാലഘട്ടം നല്ലതാണ്. അതുപോലെ അതിനുവേണ്ടി പല കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സാധാരണ ലൈഫിൽ വസ്തു വാങ്ങാൻ, വീട് വാങ്ങാൻ, കുടുംബം ഉണ്ടാവാൻ, വീട് പണിയാൻ, വാഹനം മേടിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നടക്കാൻ പറ്റിയ കാലഘട്ടം. അങ്ങനെ പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലമായ കാലഘട്ടം. പൂർണ്ണമായിട്ട് അനുകൂലമാണ്. ഇനിയിപ്പോൾ ജയ രാവണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ കന്നിക്കൂറിൻ്റെ അവസ്ഥകൾ മുഴുവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനാദികൾ, ജപാദികൾ, ഉപവാസങ്ങൾ, ദാനങ്ങൾ ഒക്കെ കേമാക്കണം. വളരെ കേമാക്കിക്കോളൂ. എന്നാൽ മാത്രമേ ആ ഫലത്തിലേക്ക് എത്തുകയുള്ളൂ. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.